ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവർ, നല്ല ഒരു റോസ് കളറിൽ ഒരു പിങ്ക് കട്ട കളറിലുള്ള ഫ്ലവറാണ്. നല്ല ഭംഗിയാണ്. ഡയാന്ത്ര എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. നല്ല അടുക്കടുക്ക തെറ്റിപ്പൂണക്ക് അടുക്കടുക്ക ഇങ്ങനെ വിരിയുന്നൊരു ഫ്ലവറാണ്. നല്ല ഗ്രീൻ ഇലയിൽ ഈ കളർ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇത് ഇപ്പം മഞ്ഞ സമയമൊക്കെ ആയതുകൊണ്ടാണ് ഡിസംബർ മാസത്താണ് ഇത് കൂടുതലും ഫ്ലവർ ചെയ്യണമെന്ന് തോന്നുന്നു. നിറയെ ഫ്ലവറായി. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ ഉണ്ടാവും, പക്ഷെ തണുത്ത കാലാവസ്ഥ, മഴ വീണത് ഇതിനത്ര ഇതല്ല. അപ്പോഴും ഫ്ലവർ നന്നായിട്ട് കുറവാണ്. ഇപ്പോൾ നല്ലതായിട്ട് നിറച്ച് ഫ്ലവറായിട്ട് നിൽക്കുകയാണ് ഈ പ്ലാന്റിൻ്റെ കെയറിങ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മഴ സമയമാകുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ അങ്ങ് അഴുകി പോവാറുണ്ട്. ഇത് മഴ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വീഴാത്ത സ്ഥലത്ത് വെച്ചാലേ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ ലീഫും അങ്ങ് അഴുകി തണ്ട് മാത്രം ഉണങ്ങിയത് കണക്ക് അങ്ങ് ആയിപ്പോവും ഈ പ്ലാന്റിന് ഓവറായിട്ട് വെയിൽ വേണ്ട. ഓവറായിട്ട് വെയിലടിക്കുമ്പോൾ ഈ ഫ്ലവറൊക്കെ അങ്ങ് വാടി പെട്ടെന്നങ്ങ് കൊഴിഞ്ഞു പോകണം. അപ്പോൾ ഒരു 3 മണിക്കൂറത്തെ വെയിൽ ഈ പ്ലാന്റിന് മതിയേ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിന് വളം ഇടയ്ക്കിടയ്ക്ക് ജൈവവളം ഇടയ്ക്കിടയ്ക്ക് ആഴ്ച 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ചുവട്ടിലിട്ട് കൊടുക്കണം. ചാണകപ്പൊടിയും എന്തെങ്കിലും ജൈവ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമ്മൾ വളം ലിക്വിഡ് രൂപത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യണ കൂട്ടത്ത് NPK ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് DAP ഇട്ട് കൊടുക്കാം. ഫ്ലവറിന് DAP കൊടുക്കുന്നതും ഇതിന് നല്ലതാണ്. അപ്പോൾ നിറയെ ഫ്ലവർ വരുന്നുണ്ട്. അങ്ങനെ ഈ പ്ലാന്റിന് കൊടുക്കാം. പിന്നെ വെള്ളം അതിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാതെ നോക്കണം. വെള്ളം ഒരു നേരം നമ്മളെന്തായാലും നനച്ച് കൊടുക്കണം. പിന്നെ വലിയ കീടബാധതയോ പുഴുക്കളോ അങ്ങനെയൊന്നും ഒരാക്രമണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ സ്റ്റെം വെച്ചിട്ടാണ് നമുക്ക് പുതിയ പ്ലാന്റ് നമുക്ക് പിടിപ്പിക്കാനുള്ളത്. ഇതിൽ സീഡ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ സീഡ് ഞാൻ അങ്ങനെ അത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് സ്റ്റെമ്മ് പെട്ടെന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇത് കൂട്ടുകാർക്ക് എവിടെയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് വെക്കണം. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഒരുപാട് കാട് പോലെ അങ്ങ് പോണതുമല്ല. ചട്ടിയിൽ നമുക്ക് ബുഷിയായിട്ട് ഒതുക്കി നമുക്ക് വളർത്താവുന്ന പ്ലാന്റാണ്. ഫ്ലവർ തീരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അല്പം സാഫും കൂടെ, അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് കൊടുക്കും. ഇതിൻ്റെ അല്പം സാഫ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് വേറെ പരിചരണമൊന്നും വേണ്ട. എൻ്റെ പോട്ടി മിക്സായിട്ട് ചെളി കെട്ടാത്ത മണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാ മണ്ണ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഇതല്ല, സാധാ. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. സാധാ മണ്ണും അല്പം ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റ്, അല്ല ചകിരിച്ചോറൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. സാധാ മണ്ണാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പോട്ട് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് നിൽപ്പുണ്ടേ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഓക്കേ.